إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم بل تؤثرون الحياة الدنيا والآخرة خير وأبقى ഏറെ സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും സൂക്ഷ്മത പുലർത്തി തഖ്വയുള്ളവരായി മാറണേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ആ നിലക്ക് ജീവിച്ചു മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മുടെ മക്കളൊക്കെ പരീക്ഷ എഴുതിയതിൻ്റെ റിസൾട്ടൊക്കെ പരിശോധിക്കുന്ന സന്ദർഭങ്ങളിലാണ് പലരും നല്ല വിജയം നേടിയവരാണ്. അവരൊക്കെ അതിന്റെ സന്തോഷത്തിലാണ്. നല്ല വിജയം കരസ്ഥമാക്കിയവരെ പ്രത്യേകം ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൂടുതൽ നന്മകൾ പ്രദാനം ചെയ്യുകയും അവരുടെയൊക്കെ നല്ല ഉദ്ദേശങ്ങളെ അല്ലാഹു തആല സഫലമാക്കി കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മുടെയൊക്കെ പഠനത്തിൽ വരുന്ന പോസിറ്റീവിനെ കുറിച്ചും പാകപ്പിഴവുകളെപ്പറ്റിയുമൊക്കെ പോരായ്മകളെപ്പറ്റിയുമൊക്കെ വിലയിരുത്തുന്ന സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. ഏതെങ്കിലും ഒരു പരീക്ഷയിൽ ജയിച്ചു എന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരീക്ഷയിൽ തോറ്റു എന്നതുകൊണ്ടോ നമ്മൾ അമിതമായി സന്തോഷിക്കുകയോ കൂടുതലായി സങ്കടപ്പെടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ വലിയ സന്തോഷങ്ങളുടെ സന്ദർഭങ്ങളുണ്ടാവും, ചിലപ്പോൾ വലിയ സങ്കടങ്ങളുടെ സന്ദർഭങ്ങളുണ്ടാവും. ആ സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തെ ഒന്ന് അനലൈസ് ചെയ്ത് എന്താണ് നമ്മുടെ മുന്നോട്ട് പോക്കിന് ആവശ്യമെന്ന തിരിച്ചറിവ് നേടുകയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ളത്. വിജയികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വിജയങ്ങളിലേക്കുള്ള കഠിനാധ്വാനത്തിന്റെ വഴികളെക്കുറിച്ചാണ് അവർ അന്വേഷിക്കേണ്ടി വരിക. ചുവടുകൾ പിഴച്ചു എന്ന് ബോധ്യപ്പെട്ടവർ, ചില പോരായ്മകൾ സംഭവിച്ചു എന്ന് വിലയിരുത്തുന്നവർ എവിടെയാണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കി കൂടുതൽ സൂക്ഷ്മതയോടുകൂടി മുന്നോട്ടു പോകാനും
ശ്രമിക്കുക എന്നതാണ് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചിലർ കേവല എഴുത്തു പരീക്ഷകളിൽ മാത്രം A+ ഒക്കെ വാങ്ങുന്ന ആളുകളുണ്ടാവും. പക്ഷെ അവരുടെ ജീവിതം പരിശോധിച്ചാൽ ചിലപ്പോൾ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ആളുകൾ നമുക്ക് കാണാൻ കഴിയും. ഒരു ഗ്രേഡും ഇല്ലാതെ പോകുന്ന ആളുകളുണ്ടാവും. പരീക്ഷകളിൽ മാത്രം A+ നേടി പോകുന്ന ആളുകൾ. എന്നാൽ ചില ആളുകൾ എഴുത്തു പരീക്ഷകളിൽ ചിലപ്പോൾ A+ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ വലിയ ഗ്രേഡുകൾ വാങ്ങുന്ന ആളുകളായിരിക്കും അവർ. ജീവിതത്തിൽ A+ നേടിയ ആളുകളുണ്ടാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ന് പറയുന്നത് ദുനിയാവും ആഖിറവും ഉണ്ട് എന്നത് വളരെ പ്രധാനമാണ്. ഈ ഇഹത്തിലും പരത്തിലും നല്ല ഗ്രേഡ് വാങ്ങാൻ നമ്മൾ പ്രാപ്തരാകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ ജീവിതത്തെ അർത്ഥവത്താക്കി എന്ന് തിരിച്ചറിയുന്നത്. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പൂർണ്ണമായ ഒരവസ്ഥക്ക് അറിവ് നേടുക, വിജ്ഞാനം നേടുക, വിദ്യാഭ്യാസം നേടുക എന്നതൊക്കെ വളരെ അനിവാര്യമായ സംഗതിയാണ്. നമ്മുടെ ആകൃതി കൊണ്ട്, നമ്മുടെ രൂപം കൊണ്ട്, നമ്മുടെ ഭംഗി കൊണ്ട്, നമ്മുടെ ഒരു ലുക്ക് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ചേലും കോലവും കൊണ്ട് മാത്രം നല്ലൊരു മനുഷ്യനാണ് എന്ന് അടയാളപ്പെടുത്താൻ കഴിയില്ല. ഇതൊക്കെയുള്ള ആളുകൾ ചിലപ്പോൾ വളരെ മോശം സ്വഭാവത്തിനുടമയായി നമ്മുടെ സമൂഹത്തിലേക്ക് ജീവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ രൂപം കൊണ്ടും ഭാവം കൊണ്ടും ഒക്കെ ചിലപ്പോൾ വളരെ നമുക്കത്ര ആകർഷകമല്ല എന്ന് തോന്നുന്ന ആളുകളുടെ പെരുമാറ്റം, സ്വഭാവമൊക്കെ, അല്ലെങ്കിൽ അവർ നമ്മുടെ നാടിനു വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ആകർഷകമായിരിക്കും എന്നതും നമുക്കൊക്കെ അനുഭവങ്ങളുണ്ട്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മറ്റ് ജീവികളെപ്പോലെ ജന്മവാസനകൾ കുറവാണ്. മൃഗങ്ങൾക്കൊക്കെ അവരുടേതായ ചില ജന്മവാസനകളുണ്ട്. അവർക്ക് അങ്ങനെ പോകാൻ കഴിയും, അങ്ങനെ ജീവിക്കാൻ കഴിയും. അതിലൊരു മാറ്റം വരുത്തണമെന്ന് വിചാരിച്ചാൽ ജീവികൾക്ക്, പല ജീവികൾക്കും കഴിയില്ല. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം ആർജിച്ചെടുക്കുക, പഠിച്ചെടുക്കുക, സാഹചര്യങ്ങളെ മനസ്സിലാക്കുക, അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കുക, ഭാവിയെ നമുക്ക് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് നമ്മുടെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഭൗതിക വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും ഉണ്ട്. ഭൗതിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് നമ്മൾ വികസിപ്പിച്ചെടുത്ത വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളാണ്. മനുഷ്യരുടെ ജീവിതത്തിനാവശ്യമായ, ഭൗതിക ലോകത്ത് ആവശ്യമായ നമ്മുടെ അനുഭവങ്ങളിലൂടെ, പഠനത്തിലൂടെയൊക്കെ നമ്മൾ വികസിപ്പിച്ചെടുത്തതാണ് ഭൗതിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. എന്നാൽ മതവിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു കണ്ടുപിടുത്തത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പരിശീലിക്കുന്നതോ നേടുന്നതോ അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിക്കാനും അതിനനുസരിച്ച് ജീവിക്കാനുമൊക്കെയായി നമുക്ക് പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചു തന്ന അറിവുകളാണ് യഥാർത്ഥത്തിൽ മതപരമായ വിജ്ഞാനങ്ങൾ, വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് മുസ്ലിങ്ങൾ എന്ന നിലക്ക് പഠനം നമ്മുടെ ഒരു ബാധ്യതയാണ്. പഠിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ്. പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതും നമ്മുടെ മേൽ ബാധ്യതപ്പെട്ട സംഗതികളാണ്. അപ്പൊ അതിനാവശ്യമായ സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നതും നമ്മുടെ ബാധ്യതയാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരു വിഭാഗം ആളുകളെ പറ്റി പരിചയപ്പെടുത്തുന്നുണ്ട്. ആരാണവർ? എന്താണ് അവർക്ക് സംഭവിച്ചത്? എന്താണ് അവരുടെ അവസ്ഥ? ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ എന്ത് പാഠമാണ് ഉൾക്കൊള്ളേണ്ടത്? ഖുർആൻ സൂറത്തു 7-ാം അധ്യായം ആറാഫിന്റെ 179-ാമത്തെ ആയത്തിൽ നമ്മളോട് പഠിപ്പിക്കുന്നു, വലഖദ് ദറഅനാ ലിജഹന്നം കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്നും ജിന്നുകളുടെ കൂട്ടത്തിൽ നിന്നും കുറേയധികം ആളുകൾ നരകത്തിന്റെ അവകാശികളായി മാറാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരുണ്ട്. എന്ന് പറഞ്ഞാൽ കുറെ ആളുകൾ ആ വിഭാഗത്തിൽ, നരകത്തിൽ പെട്ടുപോകുന്ന മനുഷ്യരായിട്ടുണ്ട്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അവർക്കൊക്കെ ഹൃദയങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അവരൊന്നും ഗ്രഹിച്ച് മനസ്സിലാക്കിയില്ല. ചിന്തിക്കാനും ആലോചിക്കാനും പഠിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ അല്ലാഹു തആല അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അവരൊന്നും ഗ്രഹിച്ച് പഠിച്ച് മനസ്സിലാക്കിയില്ല. വലഹും അയ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ. അവർക്കൊക്കെ കണ്ണുകൾ ഉണ്ടായിരുന്നു, പക്ഷേ കാണേണ്ടതൊന്നും അവർ കണ്ടില്ല. കണ്ട് മനസ്സിലാക്കേണ്ടതോ കണ്ടറിയേണ്ടതോ ഒന്നും അവർ ചെയ്തില്ല എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. അവർക്ക് 2 കാതുകൾ ഉണ്ടായിരുന്നു, പക്ഷേ കേൾക്കേണ്ടതൊന്നും അവർ കേട്ടില്ല, കേട്ട് മനസ്സിലാക്കിയില്ല എന്ന് ഖുർആൻ പറയാണ്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ഉലൈക കൽ അൻആം. കാലികളെ പോലെ. അങ്ങനെ എന്താണ് ഈ ജീവിതത്തിന്റെ ലക്ഷ്യമൊന്നും മനസ്സിലാക്കാതെ, വലിയ ഒച്ചപ്പാടുകളൊന്നും എന്തിനാണെന്നറിയാതെ, അല്ലെങ്കിൽ കാണേണ്ട കാഴ്ചകൾ എന്താണ് എന്ന് മനസ്സിലാക്കാതെ
പലരും ഓർമ്മപ്പെടുത്തിയിട്ടും അതെന്തിനാണ് എന്നൊന്നും ആലോചിക്കാതെ ഒരു നാൽക്കാലികളെ പോലെ കഴിഞ്ഞു പോകുന്ന മനുഷ്യരുണ്ടാവും. അവർ തിന്നുന്നു, കുടിക്കുന്നു, ജീവിക്കുന്നു, അവർ രമിക്കുന്നു, ജീവിതത്തിന്റെ രസങ്ങൾ അനുഭവിക്കുന്നു, അല്ലെങ്കിൽ പ്രതിസന്ധികളെ മറികടക്കാനുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നു എന്നല്ലാതെ അവർ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തെക്കുറിച്ചൊന്നും ആലോചിച്ചിരുന്നില്ല. നാൽക്കാലികളെ പോലെ ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവും. ഖുർആൻ പറഞ്ഞു, അല്ല ബൽഹും അളൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. ചിലപ്പോ അവരൊക്കെ കാലികളെക്കാൾ മോശമാണ്, അതിനേക്കാൾ വഴിപിഴച്ചു പോയ മനുഷ്യരാണ്, അല്ലെങ്കിൽ ജിന്നിന്റെ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ അശ്രദ്ധയിലായിരുന്നു എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾക്കും ആലോചിക്കാനും പഠിക്കാനൊക്കെയുള്ള ബുദ്ധിയും അതുപോലെ തന്നെ മാനസിക വ്യവഹാരത്തിനുള്ള തലങ്ങളൊക്കെ അള്ളാഹ് നൽകിയിട്ടുണ്ട്. കണ്ണു തന്നു, കാത് തന്നു, പക്ഷേ കാണേണ്ടത് കണ്ടോ, കേൾക്കേണ്ടത് കേട്ടോ, മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കിയോ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ആലോചിക്കേണ്ടതുണ്ട് എന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സത്യം ഉണ്ടാവും, അസത്യം ഉണ്ടാവും, പല നിലക്കുള്ള നന്മയുണ്ടാവും, തിന്മകളുണ്ടാവും, ഹലാലുകളുണ്ടാവും, ഹറാമുകളുണ്ടാവും, തൗഹീദുണ്ട്, ഷിർക്കുണ്ട്, സുന്നത്തുണ്ട്, ബിദ്അത്തുണ്ട്, ഖൈറും ഷർറുമുണ്ട്, ബന്ധങ്ങളും ബാധ്യതകളും ഒക്കെയുണ്ട്. നമുക്ക് കണ്ണും കാതും ഒക്കെ ഉണ്ടായിട്ടും അതിനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും പ്രിയപ്പെട്ടവരെ നമ്മൾ അതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. സത്യം മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ശ്രമം നടത്തി? ഹലാലും ഹറാമും തിരിച്ചറിയാൻ നമ്മൾ എന്ത് ശ്രമം നടത്തി? തൗഹീദും ഷിർക്കും മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ശ്രമം നടത്തി? സുന്നത്തും ബിദ്അത്തുകളും വേർതിരിച്ച് മനസ്സിലാക്കി സുന്നത്തിന്റെ കൂടെ നിൽക്കാൻ നമ്മൾ എന്ത് ശ്രമം നടത്തി? ബന്ധങ്ങളും ബാധ്യതകളും ഒക്കെ നിർവഹിക്കാൻ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളെ, അള്ളാഹു തന്ന നിഅമത്തുകളെ എത്രമാത്രം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. ചിലർ ഭൗതികമായ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകും. ഭൗതിക വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ച ആളുകളാണ് നമ്മളൊക്കെ. ഒരു കാലത്ത് എല്ലാവരും അക്ഷരങ്ങളിൽ നിന്നും പഠനത്തിൽ നിന്നും പിന്തിരിഞ്ഞോടിയപ്പോ, ഭൗതിക വിദ്യാഭ്യാസത്തെ അവഗണിച്ചപ്പോ, ഇംഗ്ലീഷ് പോലെയുള്ള ഭാഷകൾ അവഗണിച്ചപ്പോ അതൊക്കെ മതത്തിന്റെ ഭാഗമാണ് എന്നും അറിവ് നേടൽ നമ്മുടെ അസ്തിത്വത്തെ ശക്തിപ്പെടുത്തുമെന്നൊക്കെ ബോധ്യപ്പെടുത്തിയ ഒരു മഹാപ്രസ്ഥാനത്തിന്റെ അനുയായികളാണ് നമ്മളൊക്കെ. ഭൗതിക വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈ ദുനിയാവിന്റെ എല്ലാ മേഖലയിലും നമുക്ക് അറിവുണ്ടെങ്കിലേ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അതിനെ അവഗണിക്കണം എന്നല്ല, പക്ഷെ പല ആളുകളും അതിന് അമിത പ്രാധാന്യം നൽകുന്നു, മതപരമായ പഠനത്തിന് പ്രാധാന്യം നൽകാതിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അറിവുള്ളവരെ നമ്മൾ സൃഷ്ടിക്കുന്നു, ഉന്നതമായ ബിരുദങ്ങൾ നമ്മൾ കരസ്ഥമാക്കുന്നു, പക്ഷേ ദീനിയായ കാര്യങ്ങളൊന്നുമില്ല, ധാർമ്മികമായ ബോധമില്ല, അതിലൊന്നും പാലിക്കേണ്ട എത്തിക്സ് ഉണ്ടല്ലോ, അതൊന്നും പാലിക്കാതെ പോവുക. നോക്കൂ, ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഏറെ ഉയർന്നു പോകാൻ കഴിയും, പക്ഷേ ധാർമ്മിക ബോധവും ഒരു രോഗിയോട് കാണിക്കേണ്ട ഒരു ബാധ്യതയുണ്ടല്ലോ, അതില്ലാതായാൽ എന്താ സംഭവിക്കുക? വലിയ ചൂഷണങ്ങൾ നടക്കും. ഒരു ഉത്തരവാദിത്ത ബോധം ഉണ്ടാവില്ല. പണത്തിന് വേണ്ടി മാത്രം രോഗികളെ ചികിത്സിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാവും. നല്ല എഞ്ചിനീയർമാരുണ്ടാകണം, പക്ഷെ അവർക്ക് മതബോധവും പടച്ചോനപ്പേടിയും ധാർമ്മിക ഉത്തരവാദിത്വവും ഒരു എത്തിക്സും ഒന്നും കീപ്പ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമ്മുടെ പാലങ്ങളൊക്കെ പൊളിഞ്ഞു പോകും. നമ്മുടെ ഗവൺമെന്റിന്റെ പേരിൽ നിർമ്മിക്കുന്ന റോഡുകളൊക്കെ എളുപ്പം പൊളിഞ്ഞു പോകും. എന്തായിരിക്കും കാരണം? അവിടെ പാലിക്കേണ്ട ഒരു നിയമങ്ങളുണ്ട്, ഒരു ഉത്തരവാദിത്ത ബോധമുണ്ട്, എത്തിക്സ് ഉണ്ട്. അത് കീപ്പ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകണം. മതബോധമുള്ള പടച്ചോനെ പേടിയുള്ള ആളുകൾ ഇത്തരത്തിൽ വളർന്നു വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാടും നന്നാവുകയുള്ളൂ, അവനവന്റെ ആഹാരവും രക്ഷപ്പെടുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അറിയേണ്ട കാര്യങ്ങൾ അറിയാതെ പോയതിന്റെ ഫലമായി നരകാവകാശികളായി പോയവരെ പറ്റിയാണ് നേരത്തെ ആയത്തിൽ സൂചിപ്പിച്ചത്. നമ്മൾ പ്രിയപ്പെട്ടവരെ പരിശോധിക്കുക. അങ്ങനെ സംഭവിച്ചാൽ, അങ്ങനെ നമുക്ക് സംഭവിച്ചാൽ, നമ്മുടെ മക്കൾക്ക് സംഭവിച്ചാൽ, നമ്മുടെ മഹല്ലിലുള്ളവർക്ക് സംഭവിച്ചാൽ ആരാണ് ഉത്തരവാദികളെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് നമുക്ക് ഈ മേഖലയിലൊക്കെ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ബാധ്യത നമ്മുടെ രക്ഷിതാക്കൾക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഖുർആൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. സൂറത്ത് റൂമിലെ 7-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല നമ്മളെ ഓർമ്മിപ്പിക്കുന്ന എന്താണ്? ചില മനുഷ്യരെ കുറിച്ചാണ്. യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയ വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ. ചില മനുഷ്യരുണ്ട്, അവർക്ക് ദുനിയാവിനെ പറ്റി നല്ല ധാരണയാണ്, ദുനിയാവിനെ പറ്റി നല്ല ചിന്തയാണ് അവർക്ക്. ദുനിയാവിൽ ഏത് വഴിയിലൂടെ പോയാൽ അവന്റെ കാര്യം നടക്കുന്നൊക്കെ അവന് കൃത്യമായി അറിയാം. പക്ഷേ വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ,
പരലോകത്തിന്റെ വിഷയത്തിൽ, മരണത്തെക്കുറിച്ച്, മരണാനന്തര ലോകത്തെക്കുറിച്ച്, അവിടെ ലഭിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവൻ അശ്രദ്ധനാണ് എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മളെ പറ്റിയാണോ എന്ന് നമ്മൾ ആലോചിക്കുക. നമുക്ക് ഭക്ഷണം വേണം, പാർപ്പിടം വേണം, ധനം സമ്പാദിക്കണം, സുഖവും ആസ്വാദനവും രസങ്ങളൊക്കെ എവിടെ ഉണ്ടാകുക എന്നൊക്കെ നമ്മൾ അന്വേഷിക്കും. എവിടെയാണ് നമുക്കറിയാം, എങ്ങനെയാണ് അതിലേക്ക് പോകേണ്ടതെന്നറിയാം, എങ്ങനെ അതൊക്കെ നേടിയെടുക്കേണ്ടതെന്നുള്ള ധാരണ ഉണ്ടാവും. പക്ഷെ പരലോകത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ ഈ ജീവിതം കൊണ്ട് എന്താണ് നമ്മൾ നേടുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോ ആരാണ് അള്ളാഹു, എന്താണ് അള്ളാഹുവിന്റെ നടപടിക്രമങ്ങൾ, എന്താണ് ഇസ്ലാം കാര്യങ്ങൾ, എന്താണ് ഈമാൻ കാര്യങ്ങൾ, എന്താണ് ഇസ്ലാമിന്റെ വിധികൾ, വിലക്കുകൾ, അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടിപ്പിലെ രഹസ്യങ്ങൾ എന്താണ്, അതിലെ അത്ഭുതങ്ങളിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്, അതിലെ യുക്തി എന്താണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതില്ലേ? നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്, നമ്മുടെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്നതൊക്കെ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ അശ്രദ്ധയിൽ പെട്ടുപോകും, അപകടത്തിൽ പെട്ടുപോകുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. സൂറത്ത് യൂനുസിലെ 7-8 ആയത്തുകളിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട് ചില മനുഷ്യരെ കുറിച്ച്. എന്താണ് അവരുടെ പ്രശ്നം? ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ വറളൗ ബിൽ ഹയാത്തിദ് ദുനിയാ വതമഅന്നു ബിഹാ വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ. ചില മനുഷ്യരുണ്ട്, അവരുടെ പ്രത്യേകത എന്താണ്? ലാ യർജൂന ലിഖാഅന, അവർ നാളെ എന്നെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കാത്തവരാണ്. ഇവിടെ കൊണ്ടൊക്കെ തീർന്നു പോകും, തീർന്നോട്ടെ, നാളെ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ വിചാരിക്കുന്ന ചില ആളുകളുണ്ട്. അവര് ദുനിയാവിന്റെ അലങ്കാരങ്ങളിൽ തൃപ്തി കണ്ടെത്തുന്നവരാണ്. ഇവിടെ സമാധാനം കണ്ടെത്തുകയാണ്, ഇവിടുത്തതൊക്കെ ഹാപ്പി ആക്കുക, ഇവിടെ സേഫ് ആക്കുക, അങ്ങനെ ഉണ്ടല്ലോ, ഇവിടെ സേഫ് ആണെന്ന് ഉറപ്പുവരുത്തുന്ന ആളുകളുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം വല്ലദീനഹും അനായാതിനാ ഗാഫിലൂൻ, അവർ എന്റെ ആയത്തുകളെ കുറിച്ച്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച്, വചനങ്ങളെ കുറിച്ച് അശ്രദ്ധയിലാണ് അവർ എന്നാണ്. അവർക്ക് എന്താ സംഭവിക്കുക? ഉലൈക മഅവാഹുമുന്നാർ ബിമാ കാനൂ യക്സിബൂൻ. അവർ ഈ ദുനിയാവിൽ ഇങ്ങനെ ഈ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയല്ലോ, അതിന്റെ പേരിൽ, ആഖിറത്തെ മറന്നതിന്റെ പേരിൽ അവർക്ക് നാളെ അല്ലാഹു തആല നരകമെന്ന സങ്കേതമാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ അലീഖ് പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് എന്താ ചെയ്യാനുള്ളത്? നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നതാണ്. മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് അത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആളുകൾ അത് നിർവഹിക്കുക എന്നതാണ്. അതിനൊക്കെയുള്ള അവസരങ്ങൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ്. പഠിക്കേണ്ടവരോ മക്കളെ കുറിച്ച് എന്താണ്, അവരെന്താ ചെയ്യേണ്ടത്, ആ കാര്യങ്ങൾ അവർ ശ്രദ്ധാപൂർവം നിറവേറ്റുക എന്നതാണ്. മതപരമായ കാര്യങ്ങളെക്കുറിച്ച് നന്നായി പഠിക്കുകയും അതിന്റെ ഗുണഫലങ്ങൾ അവർക്കും കുടുംബത്തിനും നാടിനും ഒക്കെ ഉണ്ടാകുക എന്നുള്ളതാണ്. അതിന് മക്കളും എന്ത് ചെയ്യണം? അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചു, ഇന്നല്ലാഹ സായിലുൻ കുല്ല റാഇൻ അമ്മാ ഇസ്തറആ. ഓരോരുത്തർക്കും ഓരോരോ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആപ്പക്ക് വാപ്പന്റെ ഉത്തരവാദിത്തമുണ്ട്, ഉമ്മക്ക് ഉമ്മന്റെ ഉത്തരവാദിത്തമുണ്ട്, ഓരോ അമീർമാർക്ക് അമീർമാരുടെ ഉത്തരവാദിത്തമുണ്ട്, അധ്യാപകർക്ക് അവരുടെ ഉത്തരവാദിത്തമുണ്ട്, സമൂഹത്തിൽ ഇടപെടുന്ന നേതാക്കന്മാർക്ക്, ഉമറാക്കൾക്ക്, ഉലമാക്കൾക്ക് ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളൊക്കെ അവരോട് ചോദ്യം ചെയ്യപ്പെടും. എത്രത്തോളം? എന്താ ചോദിക്കുക? ഹഫിളദാലിക അം ലയ്യ, നീ അതൊക്കെ കാത്തു സൂക്ഷിച്ചോ, അത് പ്രകാരമൊക്കെ ചെയ്തോ, നിർവഹിച്ചോ, അതല്ല അതൊക്കെ നഷ്ടപ്പെടുത്തിയോ എന്ന് ചോദിക്കുമെന്നാണ്. എത്രത്തോളം? ഹത്താ യസ്അല റജുല അൻ അഹ്ലി ബൈതിഹി, ഓരോ ഭർത്താക്കന്മാരോട്, വാപ്പമാരോട് അവന്റെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് വേണ്ടിയുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചോ എന്ന് ചോദിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ചോദിക്കപ്പെടുമെന്നാണ്. സ്ത്രീയെ കുറിച്ച് പ്രത്യേകം എടുത്തു പറഞ്ഞു, വൽ മർഅതു റാഇയത്തുൻ അലാ ബൈതി ബഅലിഹാ വബലദിഹി. ഒരു വീട്ടിലെ പെണ്ണ് എന്ന് പറഞ്ഞാൽ, ഗൃഹനാഥ എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ ഭർത്താവിന്റെയും അവന്റെ മക്കളുടെയും ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവളാണ്. അവരുടെ മതബോധം, അവരുടെ ജീവിത ചിട്ടകൾ, അവരുടെ പഠനം, അവരുടെ നന്മകൾ, അവരുടെ വളർച്ച, എല്ലാ കാര്യങ്ങളും, സംസ്കാരം അടക്കമുള്ള വിഷയങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്വം ആർക്കുണ്ട്? ഓരോ വീട്ടിലെയും സ്ത്രീകൾക്കുണ്ട് എന്നാണ്. വഹിയ മസ്ഊലത്തുൻ അൻഹും, അതിനെപ്പറ്റി കൃത്യമായി അവരോട് ചോദ്യം ചെയ്യപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ കുടുംബത്തിൽ, മക്കളിൽ മതബോധം ഉണ്ടാക്കാൻ ആവശ്യമായ പഠനം അല്ലെങ്കിൽ പഠിപ്പിക്കൽ അത് നമ്മൾ നിർവഹിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മളൊരു ചെടി നട്ടാൽ നമ്മൾ നട്ടുകൊണ്ട് പോരാണോ ചെയ്യാം? നല്ല ഫലം കായ്ക്കുന്ന, വില കൊടുത്ത് വാങ്ങി ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നമ്മളൊരു തൈ നട്ടാൽ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കും അതിനെ?
അതിനാവശ്യമായ വെള്ളം കൊടുക്കണം, അതിനാവശ്യമായ വളം കൊടുക്കണം, അതിന് തടം കൊടുക്കണം, അതിനെന്തെങ്കിലും മൃഗങ്ങൾ അത് തിന്നുപോകുമെന്ന് പേടിച്ചാൽ നമ്മൾ അതിന് ഒരു വേലിയൊക്കെ കെട്ടി സംരക്ഷിക്കൂലേ? അങ്ങനെ നമ്മൾ ഒരു ഘട്ടം വരെ അതിനെ പരിപാലിച്ചു കൊണ്ടുവരണം. അങ്ങനെ ശ്രദ്ധിച്ചാൽ അത് നശിക്കാതെ നിൽക്കുന്നുള്ളതാണ്. അങ്ങനെ ഒരു ഘട്ടം വരെ നമ്മൾ സംരക്ഷിക്കുകയും അതിന്റെ വേര് ആഴത്തിൽ മണ്ണിൽ ഉറച്ചു എന്ന് ഉറപ്പുവരുത്തുകയും കാറ്റും കോളും ഉണ്ടായാലൊന്നും അത് അത്ര പെട്ടെന്ന് മറിഞ്ഞു വീഴില്ല എന്നൊക്കെ ഉറപ്പുവരുത്തുന്ന ഒരു ഘട്ടെത്തിയാൽ പിന്നെ പേടിക്കേണ്ടതില്ല. അതേത് പ്രതിസന്ധികളിലും കരുത്തോടുകൂടി അത് പിടിച്ചു മുന്നോട്ട് പോകും. അതിനാവശ്യമായ പടച്ചോനെ പേടി, ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ചുള്ള ഒരു ധാരണ, ജീവിതത്തിൽ പലവിധ പ്രതിസന്ധികൾ വരുമ്പോൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാനൊക്കെയുള്ള ഒരു ബോധം, ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. അപ്പോഴാണ് കാലം എത്ര മാറിയാലും, കാലത്തിന്റെ എത്ര വലിയ പരിക്കുകൾ അവരിൽ വന്നു ചേർന്നാലും, ഏത് പരീക്ഷണ ഘട്ടങ്ങളിലും അവർ അവരുടെ വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ട്, ജീവിതത്തിൽ നേടിയ അനുഭവങ്ങൾ കൊണ്ടൊക്കെ പ്രിയപ്പെട്ടവരെ അവർ എല്ലാത്തിനെയും മറികടന്ന് മുന്നോട്ട് പോവുള്ളൂ. അതിനാവശ്യമായ കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്തു കൊടുക്കുക, അതിനാവശ്യമായ സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നതൊക്കെ വളരെ പ്രധാനമാണ്. അതിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ നല്ല ഉദ്ദേശങ്ങളെ സഫലമാക്കി തരുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിന്റെ കാര്യത്തിൽ നന്നായി ശ്രദ്ധിക്കണമേ എന്ന് എപ്പോഴും നമ്മെ ഓർമ്മപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. ചെറിയ കുട്ടികളെ കാണുമ്പോഴൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ഓരോ സന്ദർഭത്തിലും ആവശ്യമായ അദബുകൾ, ദീനിന്റെ അറിവുകൾ പകർന്നു കൊടുത്തിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ചെറിയ കുട്ടിയായിരിക്കെ ഒരൊട്ടകപ്പുറത്ത് റസൂലിന്റെ പുറകിൽ ഇങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. നീ അള്ളാഹിനെ സൂക്ഷിക്കണം, എങ്കിൽ അള്ളാഹു നിന്നെയും കാത്തു സംരക്ഷിക്കും. ഇദാ സഅൽത ഫസ്അലില്ലാ, നിനക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ, ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നീ അള്ളാഹിനോട് ചോദിക്കണം. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം ചോദിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനോട് മാത്രം സഹായം ചോദിക്കണം എന്നീ തുടങ്ങി അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരങ്ങൾ വളരെ ചെറുപ്പത്തിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്തിരുന്നു എന്ന് അദ്ദേഹം തന്നെ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിച്ച സംഭവം നമുക്കറിയാം. അദ്ദേഹത്തിന്റെ സഹോദരി ആദ്യം ഇസ്ലാം സ്വീകരിച്ചിരുന്നു. എന്നിട്ട് ഫാത്തിമ എന്ന് പറയുന്ന അവരുടെ സഹോദരി ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ ചുമതലപ്പെടുത്തുന്നുണ്ട്. ശേഷം അത് പഠിപ്പിച്ചു കൊടുക്കാൻ, തുടരാൻ ഉമർ റളിയല്ലാഹു അൻഹു സമയം കണ്ടെത്തുകയാണ്. നമ്മൾ ആലോചിച്ചു നോക്കുക, ദാറുൽ അർഖം എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ദീനി സംരംഭം ഉണ്ടായിരുന്നു. ദാറുൽ അർഖം എന്നായിരുന്നു ഇതിന്റെ പേര്. ആ സഹാബികൾ ഊഴം മാറി 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 വന്ന് ദീനിന്റെ കാര്യങ്ങൾ പഠിച്ചു പോകുകയായിരുന്നു. സമയം കണ്ടെത്തുമായിരുന്നു അവര്. ഓരോ സന്ദർഭങ്ങളിൽ അവിടെ എത്തി അവരത് പഠിച്ച് മനസ്സിലാക്കി പോകുമായിരുന്നു. സഹാബികൾ പ്രത്യേകം സ്ഥലങ്ങളിലേക്ക് അറിവന്വേഷിച്ച് യാത്ര പോവുകയും അത് നേടി, പരിശീലനം നേടി തിരിച്ചു വരികയും ചെയ്യുമാറുണ്ടായിരുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞു തരികയാണ്. റസൂൽ ചില ഭാഷകളൊക്കെ പ്രത്യേകം പഠിക്കാൻ വേണ്ടിയിട്ട്, ചില സ്കില്ലുകൾ നേടാൻ വേണ്ടി ചില ആളുകളെ പ്രത്യേകം നിശ്ചയിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ അറിവ് നേടുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ, അവിടുത്തെ സഹാബി വനിതകളെ ചേർത്ത് പിടിച്ച് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാനൊക്കെ ആവശ്യമായ മജ്ലിസുകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാൻ കഴിയും. അവർക്ക് വേണ്ടി മാത്രമൊക്കെയായ ദീനീ സദസ്സുകൾ ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ കഴിയും. ഹറമിലൊക്കെ നിരന്തരമായി അത് തുടർന്നു വന്നിരുന്നു എന്നും ഇപ്പോഴും മദീനത്തൊക്കെ പോയാൽ അവിടെ ഇത്തരത്തിലുള്ള ക്ലാസുകളൊക്കെ അവിടെ നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സൂചിപ്പിച്ചത് പഠനം, അതുപോലെ തന്നെ പഠിപ്പിച്ചു കൊടുക്കുക, ഉത്ബോധിപ്പിക്കുക എന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കേണ്ട കാര്യങ്ങളാണ്. അതിനാവശ്യമായ സംവിധാനങ്ങൾ എമ്പാടും ഉണ്ട്, ഒരുക്കേണ്ടതുണ്ട്. അതിൽ നമ്മുടെയൊക്കെ പങ്കാളിത്തം ഉണ്ടാകണം എന്നതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. നമ്മുടെയൊക്കെ മദ്രസ സംവിധാനങ്ങൾ നമ്മുടെ മഹലിൽ പ്രത്യേകിച്ചും വളരെ വ്യവസ്ഥാപിതമായി, വളരെ ശാസ്ത്രീയമായി ഒക്കെ നടന്നു വരുന്നുണ്ട്. 5ാം ക്ലാസ്സോടുകൂടി പല രക്ഷിതാക്കളും അവരുടെ പഠനം അവസാനിപ്പിക്കുകയാണ്. 5ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ബുദ്ധി വികസിക്കുകയും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടിയൊക്കെ പ്രാക്ടിക്കലായി ചെയ്യാവുന്ന ഒരു കാര്യങ്ങളൊക്കെ
മനസ്സിലാക്കിയൊക്കെ ചെയ്യാവുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ്സിന് ശേഷമാണ്. നമ്മുടെ മദ്രസയിൽ 6ഉം 7ഉം 8ഉം 9ഉം 10ഉം വരെ പഠിപ്പിക്കാനുള്ള സിലബസുകൾ റെഡിയാണ്. പക്ഷെ പലപ്പോഴും രക്ഷിതാക്കള് കുട്ടികളെ പറഞ്ഞയക്കുന്നില്ല. ദുനിയാവിന്റെ വിഷയങ്ങൾ പഠിപ്പിക്കാൻ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ തിരക്കിൽ നമ്മൾ പലപ്പോഴും ഇതിനൊന്നും സമയം കണ്ടെത്തുന്നില്ല. കുട്ടികളുടെ താല്പര്യം എന്താണെന്ന് നോക്കിയിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും അതിന് നിർബന്ധിക്കുന്നില്ല. സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കുക, ആർക്കാണിതൊക്കെ, എന്തിനാണിതൊക്കെ? നാളെ നമ്മുടെ മയ്യത്തുകൾ മുന്നേ വെച്ച് നമുക്ക് വേണ്ടി മക്കൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോ മക്കൾക്ക് പലപ്പോഴും മയ്യത്തിന് വേണ്ടി ചൊല്ലേണ്ട പ്രാർത്ഥന അറിയില്ല, പാപ്പക്ക് വേണ്ടി എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയില്ല, എന്താണ് ഈ കാര്യത്തിൽ ദീന് പഠിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. പലപ്പോഴും വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. വലിയ മനുഷ്യന്മാരായി ഉണ്ടാവും, ഒരുപാട് ഡിഗ്രി ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ വാപ്പക്കുമ്പക്കും വേണ്ടി ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്, ദീൻ എന്താ പഠിപ്പിക്കേണ്ടതെന്ന് അറിയില്ല, കുടുംബത്തിനുള്ള ബാധ്യത എന്താ നിർവഹിക്കേണ്ടതെന്ന് അറിയില്ല, നാളെ പരലോകത്ത് രക്ഷപ്പെടേണ്ട കാര്യങ്ങളൊന്നും അറിയില്ല. ഇതൊക്കെ എപ്പോഴാ പഠിക്കുക? അതൊക്കെ 5ാം ക്ലാസ് വരെ എന്ന് പറഞ്ഞാൽ ചൊല്ലിപ്പഠിക്കുകയും അങ്ങനെ പതിവാക്കേണ്ട കുറെ കാര്യങ്ങൾ പഠിക്കണം. അതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ വളരെ ബോധത്തോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പ്രായം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളെ ആ രംഗത്തേക്ക് ചേർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും, വിഷയങ്ങൾ പഠിക്കാൻ. സ്ത്രീകളാണ് പലപ്പോഴും എനിക്ക് മുൻകൈ എടുക്കുന്നത്. സ്ത്രീകളെ കിട്ടുന്നുള്ളൂ, പുരുഷന്മാർക്കൊന്നും ഇത് വേണ്ടേ, നമുക്കൊന്നും ഇതൊന്നും പഠിക്കണ്ടേ, അറിവ് നേടണ്ടേ? നമ്മൾ ആലോചിക്കേണ്ടത്. ഖുർആൻ പഠന ക്ലാസ്സിലൊക്കെ സ്ത്രീകളുടെ ആധിക്യം, ഖുർആൻ പരീക്ഷകളിൽ സ്ത്രീകൾ മാത്രമായി പോകും. ആണുങ്ങൾക്കൊന്നും പഠിക്കേണ്ടതില്ലേ? പുരുഷന്മാർക്കൊന്നും ബാധ്യതയില്ലേ? പഠനത്തെക്കുറിച്ച് ഒരു ഗൗരവമില്ലേ? നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ എത്രമാത്രം അതിന് സമയം കണ്ടെത്തുന്ന ആലോചിക്കുക. പലപ്പോഴും കുട്ടിക്കാലത്തോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. കുട്ടിക്കാലത്തേക്ക് മാത്രം മതിയോ നമ്മുടെ ദീനീ പഠനം എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിലും അല്പസമയം ഇതിനൊക്കെ നമ്മൾ കണ്ടെത്തണമെന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. ദീനി കാര്യങ്ങളൊക്കെ പള്ളി ദർസിലുള്ളവർക്കും അറബിക് കോളേജിൽ പോയവർക്കും മാത്രമായിട്ട് റിസർവ് ചെയ്തൊരു സംഗതിയായിട്ട് ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മളൊക്കെ അതിന്റെ ഭാഗമായിട്ട് വേണം എന്നതാണ് ഇസ്ലാമിന്റെ കൽപ്പന എന്ന് പറയുന്നത്, നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. മതപഠന രംഗത്ത് മദ്രസ അത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട വിഷയമാണ്. കുറഞ്ഞ സമയമാണ് നമുക്ക് കിട്ടുന്നത്, അപ്പൊ അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ ഹിഫ്ളിനൊക്കെ പറഞ്ഞയക്കാനൊക്കെ നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ മഹല്ലുകളിലൊക്കെ പലപ്പോഴും ഹാഫിദുകളൊക്കെ ഷോർട്ടായി വരികയാണ്. അതുപോലെ തന്നെ അറബിക് കോളേജുകൾ മത വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ മേഖലയിൽ നിർവഹിക്കാൻ കഴിയും. നമ്മുടെ മക്കളെ അതിലേക്കൊക്കെ പറഞ്ഞുവിടണം. നമ്മുടെ തൊട്ടടുത്ത് മദീനത്തുൽ ഉലൂം അറബിക് കോളേജ് ഉണ്ട്, അതുപോലെ തന്നെ ഫറൂഖിൽ റൗദത്തുൽ ഉലൂം അറബിക് കോളേജ് ഉണ്ട്, അതുപോലെ വനിതകൾക്ക് പെൺകുട്ടികൾക്ക് മാത്രമായിട്ട് മോങ്ങത്ത് അറബിക് കോളേജുകളുണ്ട്. ഇതൊക്കെ എയ്ഡഡ് സ്ഥാപനങ്ങളാണ്. നമ്മളാ ചേരുമ്പോഴുള്ള ഫീസ് കൊടുത്താൽ മതി. അല്ലാതെ തന്നെ ശരിയ കോളേജുകൾ നമുക്ക് ചുറ്റുവട്ടത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞേക്കണം. ഇനി ഭൗതിക കോഴ്സുകളാണ് അവർക്ക് ആവശ്യമെങ്കിൽ അറബിക് കോളേജുകളൊക്കെ ഇപ്പോൾ നാക്കിന്റെ അക്രഡിറ്റേഷനൊക്കെ വാങ്ങി നല്ല ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന സ്ഥാപനങ്ങളായി മാറിയിട്ടുണ്ട്. അവിടെ അറബിക്ക് മാത്രമല്ല ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനുകൾ, അതുപോലെ തന്നെ കൊമേഴ്സ് പോലുള്ള സബ്ജക്റ്റുകൾ, എക്കണോമിക്സ് പോലുള്ള വിഷയങ്ങളൊക്കെ ഇസ്ലാമിക് ഫിനാൻസുമായി ബന്ധപ്പെടുത്തി പഠിക്കാനുള്ള സാഹചര്യങ്ങൾ അറബിക് കോളേജുകളിലൊക്കെ ലഭ്യമാണ്. നമ്മുടെ കുട്ടികൾക്ക് ഒരു മതാന്തരീക്ഷത്തിലൊക്കെ പഠിച്ചു വളരണമെങ്കിൽ അതിനൊക്കെ നമ്മൾ രക്ഷിതാക്കൾ ഒരു ശ്രദ്ധ ഉണ്ടായാലും നല്ലതാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. ഖുർആൻ പറഞ്ഞ പോലെ ബൽ തുക്സിറൂനൽ ഹയാത്ത ദുനിയ, അവരെ ദുനിയാവിനെ സ്വാധീനിക്കുകയാണ്. ദുനിയാവാണ് അവരെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരെന്താ മനസ്സിലാക്കാത്തത്? വല്ലാഖിറത്തു ഖൈറുൻ വഅബ്ഖ, ആഖിറാണ് ഖൈർ എന്ന് അവരെന്താ മനസ്സിലാക്കാത്തത്? വഅബ്ഖ, നിലനിൽക്കുന്നത്, ഒരിക്കലും നശിക്കാത്തൊരു ലോകം എന്ന് പറഞ്ഞാൽ ദുനിയാവല്ല ആഖിറമാണ് എന്ന് അവർ മനസ്സിലാക്കുന്നില്ലേ എന്ന് ഖുർആൻ ചോദിക്കുകയാണ് നമ്മളോട്. അതുകൊണ്ട് നമ്മൾ യഥാർത്ഥ ജയം എന്ന് പറയുന്നത് പരലോകത്തെ ജയമാണെന്ന് മനസ്സിലാക്കുക. ജീവിതത്തിൽ തിരുത്താനുള്ള സന്ദർഭങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തി നമുക്ക് കിട്ടാത്തത് നമ്മുടെ മക്കൾക്കെങ്കിലും ലഭ്യമാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക. പഠനവും പഠിപ്പിക്കലും ഒക്കെ നമ്മുടെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കുക. നിലവിലുള്ള സംവിധാനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ നമ്മൾ മെനക്കെടുന്നുണ്ടോ എന്ന് ആലോചിക്കുക. ദുനിയാവ് ലക്ഷ്യം വെച്ച് പരലോകം മറക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ നല്ല ഉദ്ദേശങ്ങൾ സഫലമാക്കി തെരുമാറാവട്ടെ. ദീനീ രംഗത്ത് കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യാനും പണം ഇൻവെസ്റ്റ് ചെയ്യാനും അതിലൂടെ നമുക്കും നമ്മുടെ മക്കൾക്കുമൊക്കെ ആഖിറത്തിൽ ഖൈർ ഉറപ്പുവരുത്താനുമൊക്കെ നമുക്ക് സാധിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനാവശ്യമായ എല്ലാ തൗഫീഖും നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ മദ്രസയും പള്ളിയും മദ്രസാധ്യാപകരുടെയൊക്കെ ശമ്പളം കേട്ടാൽ നമ്മൾ മൂക്കത്ത് വിരലിച്ചു. 2000-3000 റുപ്യക്കൊക്കെയാണ്
ഒരു മാസത്തിൽ അവർക്ക് ശമ്പളമുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം. എന്നിട്ടും അവർ അവരുടെ സമയം, അധ്വാനം ഇതിന് നീക്കിവെക്കാണ്. ഇവിടുന്ന് കാര്യമായിട്ടൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കൾക്ക് വേണ്ടിയൊക്കെ അധ്വാനിക്കുന്നവരാണ് അവർ. അതുപോലെ തന്നെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ആഫിയത്തും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെയൊക്കെ നല്ല ഉദ്ദേശങ്ങൾ അല്ലാഹു സഫലമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ പോരായ്മകൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹുവെ, എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ദീനിനെയും ഞങ്ങളുടെ ഉമ്മത്തിനെയും നാടിനെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവെ, ധാരാളം സദുദ്ദേശങ്ങളോടെ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നാഥ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സഫലമാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവെ, മാരകമായ രോഗങ്ങളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന്, മാരകമായ വൈറസുകളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്, കണിശമായ വിചാരണകളിൽ നിന്ന്, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ പഠനത്തിലും ഞങ്ങളുടെ പരീക്ഷകളിലും ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ഞങ്ങളുടെ കച്ചവടത്തിലും നീ ധാരാളം ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മാനസികമായി വിഷമിക്കുന്നവർ, ശാരീരികമായി പ്രയാസപ്പെടുന്നവർ, സാമ്പത്തികമായി സങ്കടപ്പെടുന്നവർ, അല്ലാഹുവെ, എല്ലാവരുടെയും പ്രയാസങ്ങളെ നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവെ, ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ നീ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار، اللهم ادخلنا الجنة مع الأبرار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.